പത്തനംതിട്ടയിൽ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആനന്ദൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കോന്നി റീജിയണൽ സഹകരണ ബാങ്കിലേക്ക് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തും. നിക്ഷേപകരും പ്രതിഷേധത്തിൽ പങ്കെടുക്കും. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഈ സഹകരണ ബാങ്കിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ സ്വീകരിച്ച സമീപനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ആനന്ദന്റെ ആരോഗ്യനില, അതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ജയശങ്കർ, റീജിത്ത്, ഈ കോന്നി റീജിയണൽ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി നാളായി പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നിക്ഷേപകർക്ക് പണം ലഭിക്കാത്ത പ്രശ്നം ഹൈക്കോടതി വരെ കയറിയതാണ്. ഹൈക്കോടതി പ്രയോറിറ്റി ക്രമത്തിൽ ഈ പണം തിരികെ നൽകണമെന്ന ഉത്തരവ് നൽകി. പക്ഷേ ഈ ബാങ്കിന് ഈ പണം നൽകാനുള്ള ശേഷിയില്ല എന്നാണ് ബാങ്ക് നിലവിൽ പറയുന്നത്. അന്നാമത്തെ ദിവസം ലഭിക്കുന്ന പണം വീതിച്ച് നിക്ഷേപകർക്ക് നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഇത്തരത്തിൽ ആനന്ദൻ ബാങ്കിലെത്തുകയും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് കുടുംബം പറയുന്നത്. പിന്നാലെ പോയി മനോവിഷമത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ സ്ഥിതിയിൽ പുരോഗതിയില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇന്ന് ബാങ്കിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ടോ, ബാങ്കിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. നിക്ഷേപകരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു വിഷയമല്ല റീജിത്ത്. വളരെ വർഷങ്ങളായി 2017 കാലഘട്ടം മുതൽ തന്നെ ഈ ബാങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ക്രൈംബ്രാഞ്ച് ഈ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നിലവിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ബാങ്ക് വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പൊ ഇന്നലെ പോലും ബാങ്ക് അധികൃതർ പറഞ്ഞു 7 കോടിയിലധികം ബാങ്കിന് ഇത്തരത്തിൽ നിക്ഷേപം ബാങ്ക് നൽകിയ തുക തിരിച്ച് വരാനുണ്ട്. അങ്ങനെ ബാങ്ക് അവരുടെ ഒരു ന്യായീകരണം പറയുന്നു. പക്ഷേ ആനന്ദനെ സംബന്ധിച്ച് അദ്ദേഹം ഇതിനു മുമ്പ് പണത്തിന് വേണ്ടി ബാങ്കിന് മുന്നിൽ സമരം ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ്. അന്ന് ഇത്തരത്തിൽ പണം തിരികെ നൽകാമെന്ന് ബാങ്ക് ഒത്തുതീർപ്പ് കരാറിൽ ഉൾപ്പെടെ എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ പണം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് എന്തായാലും കടന്നത്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആനന്ദൻ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടരുന്ന സാഹചര്യമാണ്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഉൾപ്പെടെ തീരുമാനം. കാരണം LDF ഭരിക്കുന്ന ഒരു ബാങ്കാണ് ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്നത്. അവരുടെ സർക്കാർ ഉണ്ടായിട്ട് പോലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നില്ലെന്നൊരു ആക്ഷേപവും എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉയർത്തുന്നത്. അങ്ങനെ ഇതൊരു ജനകീയ വിഷയമാക്കി സജീവമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്തായാലും അനന്തന്റെ ആരോഗ്യം സംബന്ധിച്ച രാവിലെ ഉള്ള പുതിയ വിവരങ്ങൾ ഇനിയും വരാനുണ്ട്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തുടരുന്നെന്ന് തന്നെയാണ് നിലവിൽ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്നത്. ശരി, എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.